ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് ബംഗ്ലാദേശ്. നേരത്തെ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിൽ എപ്പോഴും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയ സമയത്തും ചൈന എപ്പോഴും ആക്രമണങ്ങൾ നടത്തിയ സമയത്തും ഇന്ത്യയുടെ കൂടെ നിന്നിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ രൂപീകരണം തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെയായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളത്തിന്റെ സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിന് മോചനം ലഭിക്കുന്നതും ബംഗ്ലാദേശിൽ ഒരു കിഴക്കൻ പാകിസ്ഥാൻ, ഒരു ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറുന്നത്. പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിലെ അങ്ങേയറ്റം നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മളെ മുഴുവൻ ആശങ്കാകുലരാക്കുന്ന സംഭവ വികാസങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ സംഭവങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുന്നതിന് പകരം അവിടുത്തെ മതമൗലികവാദികളുടെ പ്രവർത്തനത്തെ തുറന്ന് എതിർക്കുന്നതിന് പകരം മുഹമ്മദ് യൂനിസിനെ വെള്ളപൂശാനാണ് കേരളത്തിലെ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാള മനോരമയുടെ പ്രത്യേക ലേഖകൻ R. എഴുതിയ വാർത്തയിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹം മുഹമ്മദ് യൂനിസിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആരാണ് മുഹമ്മദ് യൂനിസ്? ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ആണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നത്. അത് പാകിസ്ഥാന്റെയും ഒരുപക്ഷെ അമേരിക്കയുടെയും കൂടെ പിന്തുണയോടുകൂടിയാണ് അവിടെ കലാപം നടന്നത്. അതിനെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ് പറഞ്ഞതെങ്കിലും അവിടുത്തെ മതമൗലികവാദികളാണ് ഈ സമരത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തത്, കലാപത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ, ഇന്ത്യയുമായിട്ട് വളരെ നല്ല രീതിയിൽ പോയിരുന്ന ബംഗ്ലാദേശിലെ വിമോചന നായകനായിരുന്ന മുജീബ് റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീനയ്ക്ക് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരികയാണ്. ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്തു. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം മുഹമ്മദ് യൂനിസിനെ ഭരണാധികാരിയായിട്ട് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഉപദേശകൻ എന്നാണെങ്കിലും അദ്ദേഹമാണ് ബംഗ്ലാദേശിനെ ഭരിക്കുന്നത്. അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്ത് കഴിയുകയായിരുന്നു. അങ്ങനെ വിദേശത്ത് കഴിയുകയായിരുന്ന അയാളെ ഈ കലാപങ്ങൾക്ക് ശേഷം അവിടുത്തെ ആളുകളൊക്കെ തന്നെ, കലാപകാരികളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ഭരണാധികാരിയാക്കി മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി ആരാണ്? അതിന്റെ ഉത്തരവാദി യൂനിസ് ആണ്. അദ്ദേഹത്തെ മനോരമ എങ്ങനെയാണ് വെള്ളപൂശുന്നത്? മനോരമ പറയുന്നത് ഇന്ത്യക്കെതിരെ സ്ഥിരമായിട്ട് കടുത്ത പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിലും നല്ല നിലപാടായിരുന്നു മുഹമ്മദ് യൂനിസ് സ്വീകരിച്ചിരുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് സോഫ്റ്റ് ആണ് അദ്ദേഹം കാണിച്ചത്? 1947 വരെ ഇന്ത്യക്കാരായിരുന്നു ഇപ്പൊ ബംഗ്ലാദേശിൽ കഴിയുന്ന ആളുകളൊക്കെ തന്നെ. മതത്തിന്റെ പേരിലാണ് ഇന്ത്യയെ വെട്ടിമുറിച്ചത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പാകിസ്ഥാൻ രൂപീകരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും അത് ഒരു രാജ്യമാണ്. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിലും മുസ്ലിം ഭൂരിപക്ഷമാണ്, പടിഞ്ഞാറൻ പാകിസ്ഥാനിലും മുസ്ലിം ഭൂരിപക്ഷമാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഏതാണ്ട് അവർ തന്നെ കശാപ്പ് ചെയ്ത് ഇല്ലാതാക്കി. ഏതാണ്ട് 1.5% പേർ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ബംഗ്ലാദേശിലാണെങ്കിൽ അത് 8% പേര് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിൽ ഇന്ത്യ പരമാവധി സഹായം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയാണ് പൂർണ്ണമായിട്ടും അതിനെ പിന്തുണച്ചത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് വളരെ സഹകരണത്തിലാണ് ബംഗ്ലാദേശിൽ പോയിരുന്നത്. പക്ഷേ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ, അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സർവ്വലോക സംഘടനയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് കശ്മീരിലും വേരുണ്ട്, കേരളത്തിലും വേരുണ്ട്, പാകിസ്ഥാനിലും വേരുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദാണ്, അത് കശ്മീരിലെ ജമാഅത്ത് വേറെയാണ്, പാകിസ്ഥാനിലെ ജമാഅത്ത് വേറെയാണ്, ബംഗ്ലാദേശിലെ ജമാഅത്ത് വേറെയാണെന്ന് പറയും. പക്ഷേ ബംഗ്ലാദേശിലെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ പോരാടുന്ന സമയത്തും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനെ കൂടിയാണ് നിന്നിരുന്നത്. അങ്ങനെ പാകിസ്ഥാന്റെ പട്ടാളം നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയൊക്കെ ചെയ്ത ഏറ്റവും രൂക്ഷമായ 10,000-കണക്കിന് ആളുകളെയാണ് കൊല ചെയ്തത്. അങ്ങനെ അതിന്റെ പേരിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിക്കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. അതേ ജമാഅത്തെ ഇസ്ലാമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ടുവന്നത്. അതിന് കൂട്ടുനിന്നത് ആരാണ്? അതിന് കൂട്ടുന്നത് മുഹമ്മദ് യൂനിസ് ആണ്. ഈ മുഹമ്മദ് യൂനിസ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടന്നു. നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല, മറ്റ് മതവിഭാഗങ്ങൾ, ന്യൂനപക്ഷ മതവിഭാഗങ്ങളും മുസ്ലിങ്ങളിൽ തന്നെ
അവാന്തര വിഭാഗങ്ങളെയൊക്കെ തന്നെ അവർ കശാപ്പ് ചെയ്തു, അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. ഇങ്ങനെയുള്ള ഏറ്റവും ക്രൂരമായ സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് മുഹമ്മദ് യൂനുസ് ഇതിനെയൊക്കെ വെള്ളപൂശുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഇന്ത്യ ഉണ്ടാക്കുന്ന പ്രചരണങ്ങളാണ്, അതൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അതിനെ വലുതാക്കി കാണിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇപ്പോഴൊന്നും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം, അല്ലെങ്കിൽ ഏതാണ്ട് 1.5 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന അവാമി പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അനുവദിക്കാത്ത ആളാണ് ആര്? മുഹമ്മദ് യൂനുസ്. അതേപോലെ തന്നെ ജഡ്ജിമാരെയൊക്കെ മാറ്റിക്കഴിഞ്ഞു. അപ്പം നിയമവിധേയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാരെയൊക്കെ മാറ്റിയിട്ട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ജഡ്ജിമാരാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് യൂനുസിനെ വെള്ളപൂശുകയാണ് മലയാള മനോരമ പത്രം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? മലയാള മനോരമ പറയുന്നത് മതമൗലികവാദികൾ മുഹമ്മദ് യൂനുസിനിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. മുഹമ്മദ് യൂനുസ് അവിടുത്തെ വിപ്ലവ നേതാവിന്റെ പരിപാടിയിൽ, ശവസംസ്കാര പരിപാടിയിലൊക്കെ പങ്കെടുത്തതും അതൊരു ദേശീയ അവധിയായി പ്രഖ്യാപിച്ചതും അത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കാൻ പോകുന്നതും ഒക്കെ അത് ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങുന്നത്? അപ്പൊ അദ്ദേഹമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് യൂനുസിനെ വെള്ളപൂശിയാണ് മനോരമ ചെയ്യുന്നത്. അതേപോലെ തന്നെ മനോരമയുടെ ഇന്നത്തെ പത്രത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ 2 വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വാർത്തയിൽ മലയാള മനോരമ പറയുന്നത് ഷെയ്ഖ് ഹസീന അധികാരമൊഴിയേണ്ടി വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു ഹാദി എന്നാണ് പറയുന്നത്. ഇതേ സമയത്ത് ആർ പ്രസന്നന്റെ പേര് വെച്ച റിപ്പോർട്ടിൽ മലയാള മനോരമ പറയുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഷെറീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഓഗസ്റ്റിലെ തെരുവ് കലാപകാലത്ത് അയാളുടെ പേര് തന്നെ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനോരമ തന്നെ പരസ്പര വിരുദ്ധമായിട്ട് പറയാണ്. കാരണം മനോരമയ്ക്ക് അറിയാം ഇത് നടത്തുന്നത് ആരാണ്? ഇത് ISI ആണ് ഈ കലാപം മുഴുവൻ നടത്തുന്നത്, ജമാഅത്തെ ഇസ്ലാമിയാണ് നടത്തുന്നത്. പാകിസ്ഥാനിലെ എല്ലാ ഭീകര സംഘടനകളും, കാശ്മീരിലൊക്കെ ഭീകര പ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാനിലെ എല്ലാ ഭീകര സംഘടനകൾക്കും ബംഗ്ലാദേശിൽ താവളമുണ്ട്. അവരാണ് ആളെ കൊല്ലുന്നത്. അപ്പം ഇയാള് വലിയ നേതാവൊന്നും ആയിരുന്നില്ല എന്ന് ആർ പ്രസന്നൻ പറയുന്നു. മറുഭാഗത്ത് മനോരമ പറയുന്നു ഏറ്റവും വലിയ നേതാവായിരുന്നു അയാളെന്ന്, പ്രമുഖ നേതാവായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പത്രത്തിന്റെ 2 പേജിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മലയാള മനോരമ എഴുതുന്നത്. എന്തുകൊണ്ടാണ് എഴുതുന്നത്? ഇത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വർഗീയതയുടെ, ലോകം മുഴുവനുള്ള ഇസ്ലാമിക വർഗീയതയുടെ ഏറ്റവും ബഹിർസ്ഫുരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെന്താ ചെയ്തത്? ഒരു മെമൻസിംഗ് എന്ന നഗരത്തിലെ ദീപു ചന്ദ്രദാസ് എന്ന ഫാക്ടറി തൊഴിലാളിയെ, അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് അവർ പിടിച്ചു കൊണ്ടുപോവാണ്. അപ്പം അദ്ദേഹം മതനിന്ദ നടത്തി എന്ന് ആരോപിക്കുക. അങ്ങനെ യാതൊരു തെളിവും ഇല്ലാന്ന് ഇപ്പൊ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മതനിന്ദ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും. അപ്പൊ ഒരാളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഒരാളെ കൈയൊക്കെ കൂട്ടി പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ജനക്കൂട്ടം അയാളെ തല്ലിയിട്ട് തല കീഴായിട്ട് അയാളെ കെട്ടിത്തൂക്കുന്നു. എന്നിട്ട് ബോലോ തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ, 100 കണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ, 25, 30 വയസ്സ്, 15, 18 വയസ്സൊക്കെ ഉള്ള ആളുകളാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. അങ്ങനെ മതഭ്രാന്തന്മാരായ ആളുകൾ ബോലോ തക്ബീർ, അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഒരാൾ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് തീയിട്ട് കൊല്ലുന്നു ജീവനോടെ. അപ്പൊ ഇതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അപ്പം ഇതിനെ വെറുതെ ഒരു മതമൗലികവാദികൾ, ഇതിന്റെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമാണ്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ മനോരമയുടെ സുഹൃത്തുക്കൾ. ഇപ്പം ഇതേ ജമാഅത്തെ ഇസ്ലാമി ആരെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു? UDF-നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത്. മുസ്ലിം ലീഗ് UDF-നെ നിയന്ത്രിക്കുകയാണ്. UDF മുസ്ലിം ലീഗിന്റെ കൺട്രോളിലാണ് ഉള്ളത്, അടിമയാണ് എന്ന് പറയുന്നത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ വരെ പറയുന്നു. അപ്പം ഇതേ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെയുള്ള സംഘടനകൾ, ആ സംഘടനകളാണ് കേരളത്തിൽ UDF-നെ നയിക്കുന്നത്. അതിന്റെ ഭാഗമാണ് മലയാള മനോരമ. അപ്പൊ അവർക്ക് അതുകൊണ്ട് മതമൗലികവാദികൾ, ഇസ്ലാമിക മതമൗലികവാദികൾ എന്ന് പോലും മലയാള മനോരമ പറയുന്നില്ല. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് മതമൗലികവാദികളുണ്ട്, മുഹമ്മദ് യൂനുസ് നല്ലയാളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് യൂനുസ് ആണ് ഇതിന്റെ പിറകിലുള്ളത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇയാളെ കൊന്നത് ISI ആണ്. ഇയാള് ഇവരുടെ മുസ്ലിം യുവാക്കളുടെ തീവ്രവാദികളുടെ നേതാവാണ്. അയാൾ എന്തിനാ കൊന്നത്? അയാളെ കൊന്നത് അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നു, എന്നിട്ട് കൊന്നിട്ട് പേര് ഇന്ത്യയുടെ തലയിലിടാൻ പോവാണ്. അപ്പം ഇത് കേട്ടിട്ട് ഇന്ത്യയിലെ തന്നെ ചില
ഓൺലൈൻ സംഘികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഡോവലിന്റെ ആളുകളാണ്, അജ്ഞാതരാണ് കൊന്നത് എന്നൊക്കെ അവര് വീമ്പിളക്കുന്നുണ്ട്. സത്യത്തിൽ പാകിസ്ഥാനിലൊക്കെ ചിലപ്പം ചില അജ്ഞാതർ ആരെങ്കിലൊക്കെ തീവ്രവാദികളെ കൊന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ കൊന്നത് ആരാണ്? ഇവിടെ കൊന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ISI തന്നെയാണ് കൊന്നിരിക്കുന്നത്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ പറയുകയാണ്. കാരണം അത് ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യക്ക് യാതൊരു റോളും ഇതിനകത്തില്ല. ഇത് പാകിസ്ഥാനിലെ ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടി, അല്ലെങ്കിൽ മതവർഗീയവാദികളെ ഇളക്കി വിടാൻ വേണ്ടി. അവർക്ക് വേണ്ടത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കണം. അപ്പം അവർക്ക് വേണ്ടത് അവിടുത്തെ അവാമി പാർട്ടിയെ അടിച്ചില്ലാതാക്കണം, അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കണം. അപ്പം ഒരു ഇസ്ലാമിക ഭരണം, പൂർണ്ണമായും ഇസ്ലാമിക ഭരണം ബംഗ്ലാദേശിൽ വരാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഗൂഢാലോചന, ഭ്രാന്ത് പിടിച്ച ആളുകളാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പാവപ്പെട്ട ഒരാളെ പിടിച്ച് കൊണ്ടുപോയി അടിച്ച് കത്തിച്ച് കൊല്ലുന്നത്. ഇനി കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അപലപിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ ഗാസയിൽ നടക്കുന്ന വിഷയത്തിന്റെ പേരിൽ എന്തൊക്കെ ബഹളങ്ങളാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഒരു യുവാവിനെ, നമ്മളെ തൊട്ടടുത്ത ഗാസ എവിടെയോ കിടക്കുന്നു, മറ്റേത് ബംഗ്ലാദേശ് 1947 വരെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നതാണ് ബംഗ്ലാദേശ്. അല്ലെങ്കിൽ ഏതൊരു ബംഗ്ലാദേശിന് വേണ്ടിയാണോ നമ്മുടെ പട്ടാളം പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്ത് അവർക്കൊരു സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത്, അതേ ബംഗ്ലാദേശിലെ ഹിന്ദു വിശ്വാസിയായ ഒരാളെ അയാൾ ഹിന്ദു ആയതിന്റെ പേരിൽ അയാൾ അടിച്ചു കൊന്നു കത്തിക്കുന്നു. ആ സമയത്ത് ഇതിനെ പ്രതിഷേധിക്കാൻ, ഇതിനെതിരെ മുസ്ലിം ലീഗ് എന്തെങ്കിലും അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് എന്തെങ്കിലും അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരാരും അനങ്ങുന്നില്ല. അവർക്ക് ഇതൊന്നും വിഷയമല്ല. അതെന്തോ 10,000-കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന ഒരു സംഭവമാണ്, നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിലാണ് അവരുടെ നിലപാട്. അതേസമയത്ത് ഗാസയുടെ പേരിലൊക്കെ വർഗീയത ആളിക്കത്തിക്കാനും, മുസ്ലിം വികാരം ആളിക്കത്തിക്കാനും, അത് വോട്ടാക്കി മാറ്റാനും ഇടതു മുന്നണിയും വലതു മുന്നണിയും UDF-ഉം LDF ഒക്കെ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതലക്കുളം മൈതാനത്തും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ അവർ റാലി നടത്തിയിരുന്നു. ഇപ്പൊ അവരൊന്നും അനങ്ങുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു മതമൗലികവാദികൾ അനങ്ങുന്നില്ല, മതവാദികൾ അനങ്ങുന്നില്ല, ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർ അനങ്ങുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ അനങ്ങുന്നില്ല. കാരണം എല്ലാവർക്കും കേരളത്തിൽ അടുത്ത തവണ UDF-നെ മനോരമയ്ക്കൊക്കെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരണം. എന്നാൽ ഗാസയ്ക്ക് വേണ്ടി പോരാടിയ ഇടതുപക്ഷം എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അവർക്ക് പ്രതികരിക്കാമായിരുന്നല്ലോ ബംഗ്ലാദേശിലെ ഈ തരത്തിലുള്ള ക്രൂരതകളെ എന്തുകൊണ്ട് അവർ അപലപിക്കുന്നില്ല? കാരണം അവർക്കും മുസ്ലിം വോട്ട് കിട്ടണം. അപ്പം കേരളത്തിൽ മുസ്ലിം വോട്ടിന് വേണ്ടിയുള്ള, വർഗീയ വോട്ടിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ, നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അതിനെതിരെ ഒരു അക്ഷരം പറയാത്തതും, അതിന്റെ പിറകിലുള്ള ശക്തികളെ തുറന്നു കാണിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ് മലയാള മനോരമ പറയാത്തത്. കാരണം ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDP ഒക്കെയാണ് അവരുടെ സഖ്യകക്ഷി UDF-ന്റെ. അവരാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിലൊക്കെ UDF-ന്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അവർക്ക് ഭൂരിപക്ഷം കിട്ടി. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റും തൂത്തുവാരി. എന്തുകൊണ്ടാണ്? മുസ്ലിം വോട്ട് അവർക്ക് കിട്ടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വരണം. അതുകൊണ്ടാണ് മലയാള മനോരമ ഇപ്പോ ഇത്രയധികം രൂക്ഷമായ ഒരു വിഷയം ഉണ്ടായിട്ടും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അവരെ എന്ത് ചെയ്ത് തെറ്റായ പ്രചാരണം നടത്തുന്നത്. അവിടുത്തെ കലാപങ്ങൾക്ക് ഉത്തരവാദിയായ മുഹമ്മദ് യൂനുസ്, അദ്ദേഹത്തിന് യാതൊരു ലോക്കൽ സ്റ്റാൻഡിങ് അവിടെ ഇല്ല. സത്യത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നല്ലാതെ അദ്ദേഹത്തെ ഒരു ജനവും തെരഞ്ഞെടുത്തതല്ല. ഒരു ജനക്കൂട്ടം, അത് പാകിസ്ഥാന്റെ ISIയുടെ സഹായത്തോടുകൂടി, അമേരിക്കയുടെ സഹായത്തോടുകൂടി ആയുധധാരികളായ ഒരു പറ്റം ജനക്കൂട്ടം അധികാരം പിടിച്ചെടുത്തിട്ട് അവരുടെ ആരെ ഏൽപ്പിക്കുകയാണ്? മുഹമ്മദ് യൂനുസിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് മനോരമ പറയുന്നത് മുഹമ്മദ് യൂനുസ് മാന്യനാണ്, അദ്ദേഹം നല്ല ആളാണ്, മതമൗലികവാദികളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാണ് മലയാള മനോരമ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് സത്യത്തെ വികൃതമാക്കുന്നതിന് തുല്യമാണ്, യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും മലയാള മനോരമ ഇലക്ഷൻ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു തരംതാണ നടപടി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു.